യാഥാർത്ഥ്യങ്ങൾ. രാത്രി നഖം മുറിക്കരുതെന്ന് പറയാൻ കാരണമെന്ത്? പണ്ട് വീടുകളിലെല്ലാം വിളക്കു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നഖം മുറിച്ചിരുന്നത് കത്തി ഉപയോഗിച്ചായിരുന്നു. ഇരുട്ടത്ത് കത്തി ഉപയോഗിച്ച് നഖം മുറിക്കുമ്പോൾ കൈ മുറിയുവാനുള്ള സാധ്യതയുണ്ട്. വിളക്ക് കത്തിക്കുമ്പോൾ കരിന്തിരി കത്തരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കരിന്തിരി കത്തുമ്പോൾ കാർബൺ മോണോക്സൈഡ് തുടങ്ങി പലവിധ വിഷവാതകങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് കരിന്തിരി കത്തിക്കരുതെന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ശവശരീരത്തിന് ചുറ്റും അരിയും നെല്ലും ഇടുന്നത് എന്തിനാണ്? ഇത് ശവശരീരത്തിൽ ഉറുമ്പ് വരാതിരിക്കാനാണ്. വരുന്ന ഉറുമ്പുകൾ ശവശരീരത്തിനടുത്തെത്താതെ അരിയും നെല്ലും കഴിച്ച് അവിടെ നിൽക്കും. ഭക്ഷണത്തിന് ശേഷം ഉടനെ കുളിക്കരുതെന്ന് പറയാറുണ്ട്. എന്താണ് കാരണം? ഭക്ഷണം കഴിക്കുമ്പോൾ ദഹനത്തിനു വേണ്ടി രക്തം കൂടുതൽ ഉദരം, കുടൽ എന്നീ ഭാഗങ്ങളിലേക്ക് ഒഴുകുന്നു. കുളിക്കുമ്പോൾ ശരീരത്തിൻ്റെ താപമനുസരിച്ച് രക്തചംക്രമണത്തിൽ മാറ്റം വരാം. അതുകൊണ്ട് ഭക്ഷണത്തിന് ശേഷം കുളിച്ചാൽ അത് ദഹനപ്രക്രിയയെ ബാധിക്കാം. രാത്രി അരയ്ക്കരുതെന്ന് പറയാൻ കാരണം എന്താണ്? പണ്ട് അരകല്ല് അടുക്കളയ്ക്ക് പുറത്താണ് ഇട്ടിരുന്നത്. രാത്രി അരയ്ക്കുമ്പോൾ കൈകളിൽ ചതവ് പറ്റുവാനും പ്രാണികൾ അരയ്ക്കപ്പെടാനും സാധ്യതയുണ്ട്. വിഷമുള്ള ഇഴജന്തുക്കളുള്ള സ്ഥലങ്ങളിൽ അപകടമുണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ കയ്യിൽ നോക്കി പ്രാർത്ഥിച്ച് ഭൂമിദേവിയെ വന്ദിച്ചതിന് ശേഷമേ എഴുന്നേൽക്കാവൂ എന്ന് പറയുന്നു. എന്താണിതിന് ശാസ്ത്രീയമായ കാരണം? കിടക്കുന്നതിൽ നിന്ന് നമ്മൾ നേരെ എഴുന്നേൽക്കുമ്പോൾ മസ്തിഷ്കത്തിലേക്കുള്ള രക്തഓട്ടം വളരെ കുറയുവാനും വ്യക്തി വീഴുവാനും സാധ്യതയുണ്ട്. കുറച്ചുനേരം ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം അത്രയും കുറയുകയില്ല. എന്തിനാണ് രാവിലെ ആൽമരത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത്? രാത്രിയിൽ വളരെയധികം ഓക്സിജൻ പുറത്തുവിടുന്ന മരങ്ങളിലൊന്നാണ് ആൽമരം. ആൽമരത്തിന് ചുറ്റും രാവിലെ സമൃദ്ധിയായ ഓക്സിജൻ ഉണ്ടാകും. അതുകൊണ്ടാണ് രാവിലെ ആൽമരത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കണമെന്ന് പറയുന്നത്. വേഗത്തിൽ നടക്കുകയോ കൈവീശി നടക്കുകയോ കാറ്റടിക്കുകയോ ചെയ്യുമ്പോൾ ആൽമരത്തിന് അടിഭാഗത്തുള്ള ഓക്സിജൻ്റെ അളവ് കുറയും. പ്രദക്ഷിണം കൈവീശാതെ സാവധാനത്തിൽ വേണം ചെയ്യാൻ. ഗർഭിണികൾ മലർന്നു കിടന്നുറങ്ങരുതെന്ന് പറയുന്നത് ശരിയാണോ? ഭ്രൂണം വലുതാകുമ്പോൾ മലർന്നു കിടന്നുറങ്ങുന്ന ഗർഭിണിയുടെ അടിവയറ്റിലെ രക്തക്കുഴലുകളെ അമർത്തുകയും അത് ഭ്രൂണത്തിലേക്കുള്ള രക്തഓട്ടം കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ കാലുകളിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകുന്ന രക്തക്കുഴലുകളെ അമർത്തുമ്പോൾ ഹൃദയത്തിലെത്തുന്ന രക്തത്തിൻ്റെ അളവ് കുറയുകയും ഇത് ഗർഭിണിയുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഗർഭിണികൾ ഇടതുവശം ചെരിഞ്ഞു കിടക്കുന്നതാണ് നല്ലത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ ഉറങ്ങരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ കിടക്കുമ്പോൾ ഭക്ഷണം തികട്ടി വരുവാനും നെഞ്ചരിച്ചിലുണ്ടാകുവാനും സാധ്യതയുണ്ട്. പുതുമഴ കൊള്ളരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അന്തരീക്ഷത്തിൽ ഒരുപാട് പൊടിപടലങ്ങൾ ഉണ്ടാകും. ഇവയിൽ ബാക്ടീരിയയും വൈറസുമുണ്ട്. പുതുമഴയിൽ ഇവയെല്ലാം വെള്ളത്തോടൊപ്പം എത്തും. അതുമൂലം പുതുമഴ നനയുമ്പോൾ അസുഖമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഗ്രഹണ സമയത്ത് സൂര്യനെ നോക്കരുതെന്ന് പറയുവാൻ കാരണം എന്താണ്? ഗ്രഹണ സമയത്ത് സൂര്യനെ നോക്കുമ്പോൾ അൾട്രാവയലറ്റ് രശ്മികൾ കണ്ണിന് ഹാനികരമാവുകയും കാഴ്ചശക്തിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു.